അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ഈ സർക്കാരിന്റെ സകല മന്ത്രിമാരും നിലംപതിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയെങ്കിലും 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ വലിയ തട്ടലും മുട്ടലും ഇല്ലാതെ മുന്നോട്ട് നീങ്ങാൻ സകല PR വർക്കുകളും പിണറായി സർക്കാർ നടത്തുമ്പോഴും അതെല്ലാം പൊട്ടിപ്പാളീസാവുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കൊല്ലത്ത് നടന്ന പാർട്ടി സമ്മേളനത്തിൽ ആകെ ഒരു കാര്യം മാത്രമേ മന്ത്രിമാരടക്കമുള്ള ജനപ്രതിനിധികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ: വലിയ വിവാദങ്ങൾ ഉണ്ടാക്കരുത്, വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞില്ല എങ്കിലും ശരി, തടി കേടാക്കരുത് എന്ന് മാത്രമാണ് പറഞ്ഞത്. പക്ഷേ പാർട്ടി സമ്മേളനം കഴിഞ്ഞ് ഒന്ന് ശ്വാസം വിടുമ്പോഴേക്കും വന്ന തെരഞ്ഞെടുപ്പിൽ പച്ചയായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് പിണറായി സത്തിന് നിലമ്പൂരിൽ നിന്ന് പൂട്ടിടാൻ UDF കൊണ്ട് സാധിച്ചു. അങ്ങനെ CPM സെമി ഫൈനലിൽ തോറ്റു. ആ ക്ഷീണമൊന്ന് മാറി വന്നപ്പോഴേക്കും കേരളത്തിന്റെ നട്ടെല്ലായ ആരോഗ്യ മേഖലക്കിട്ട് തന്നെ സഖാവും മുഖ്യമന്ത്രിയെ ഗുരുതുല്യനായി കാണുന്ന ഡോക്ടർ ഹാരിസിന്റെ ഫേസ്ബുക്ക് കുറിപ്പും വന്നു. ഇതോടെ മന്ത്രി വീണ ജോർജിന് സിസ്റ്റത്തിന് പിഴവ് പറ്റി എന്ന് തലകുനിച്ച് സമ്മതിക്കേണ്ടിയും വന്നു. പക്ഷേ കാടിളകിയതുപോലെ എല്ലാ ആശുപത്രികളിൽ നിന്നും രോഗികളും ഡോക്ടർമാരും ഇളകി, കടന്നൽ കൂട്ടം ഇളകിയതുപോലെ ഇളകി. എന്നാൽ അവിടെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നുണ്ട്. ആരോഗ്യരംഗം താറുമാറായി എന്ന് മനസ്സിലാക്കിയ പിണറായിയും കൂട്ടരും പുതിയ ബസ്സുകളെ നിരത്തിലിറക്കിക്കൊണ്ട് മുഖം മിനുക്കാൻ നോക്കി. മന്ത്രി ഗണേശിനെ തന്നെ ബസ് ഓടിച്ച് നിരത്തിലിറക്കി വലിയ പബ്ലിസിറ്റിയും നൽകി. എന്നിട്ട് ഈ ബസ് ഓടിക്കുന്ന വീഡിയോ പങ്കുവെച്ച് വലിയൊരു കുറിപ്പും ഗണേശ് കുറിക്കുന്നുണ്ട്. പുതിയ ബസ്സുകൾ വരുമെന്ന് പറഞ്ഞു, വന്നു. KSRTCക്കായി വാങ്ങിയ പുതിയ സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ ഓടിച്ച് ട്രയൽ നോക്കി. ചില നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തി ഉടൻ തന്നെ ബാക്കി ബസ്സുകൾ കൂടി എത്തും. പുതിയ ടെക്നോളജിയും കൂടുതൽ സൗകര്യങ്ങളും ഒരുക്കിയാണ് ബസ് എത്തുന്നത്. കാത്തിരിക്കാം, സുഖയാത്രയ്ക്കായി, ഒട്ടും വൈകില്ല. ഇതാണ് വീഡിയോയ്ക്കൊപ്പം ഗണേഷ് കുറിച്ചത്. പക്ഷേ ബസ് നിരത്തിലിറങ്ങി വീഡിയോ പങ്കുവെച്ച് മിനിറ്റുകൾക്കുള്ളിൽ മന്ത്രി ഗണേഷും പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ബസിന്റെ ഡിസൈൻ സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനമാണ് ഉയരുന്നത്. കാലാനുസൃതമായ ഡിസൈന് പകരം 10 വർഷം പിന്നോട്ടടിക്കുന്ന തരത്തിൽ മഹാരാഷ്ട്ര റോഡ് ട്രാൻസ്പോർട്ടേഷൻ ബസ്സുകളുടേതുപോലെ ആകർഷകമല്ലാത്ത ഡിസൈനും പെയിന്റിങ്ങുമാണ് പുതിയ ബസ്സുകൾക്ക് നൽകിയിരിക്കുന്നത് എന്നാണ് KSRTC അനുകൂല കൂട്ടായ്മകളുടെ അംഗങ്ങൾ പോലും പറയുന്നത്. പഴയ പോലെ എന്തെങ്കിലും കൊടുത്ത് ഒതുക്കാമെന്ന് ഈ സർക്കാർ കരുതേണ്ട എന്ന് ചുരുക്കം. കാരണം കാര്യവിവര ബോധമുള്ള ജനങ്ങളുണ്ട്, യുവത്വമുണ്ട്. അവർക്ക് മുമ്പിലേക്ക് ഒരു ബസ്സുമായി വീമ്പ് പറയാൻ നിങ്ങൾ ഇറങ്ങിയാൽ സോഷ്യൽ മീഡിയയിൽ PR വർക്ക് നടത്തുന്നവരെ കൊണ്ട് മുഖം വെളുപ്പിച്ച് നിർത്താൻ പറ്റാത്ത തരത്തിൽ കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞ് അവർ കരിവാരത്തേക്കും. അതാണിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കൃത്യമായി പറയാനുള്ളത്, കേരള കോൺഗ്രസ് B എന്ന പാർട്ടിക്ക് ആകെ ഒരു MLA മാത്രമാണ് ഉള്ളത്. അതാണ് ഗണേഷ് പത്തനാപുരത്ത് ജനസമ്മതനായ ഒരു നേതാവായതുകൊണ്ടുമാണ് ഒരു ഒറ്റ MLA ഉണ്ടായിട്ടും ആ പാർട്ടിക്ക് മന്ത്രിസ്ഥാനം പിണറായി മുഖ്യമന്ത്രി നൽകിയത്. അത്രയ്ക്ക് ശക്തനായ നേതാവ് കൂടിയാണ് ഗണേഷ്. ആ പച്ചപ്പിൽ കുറച്ചുകാലം മുന്നോട്ട് പോകാമെന്ന് കരുതുമ്പോൾ അവസാന ലാപ്പിൽ ആ മന്ത്രിയും വീഴുകയാണ്. ഇതോടെ പിണറായി സർക്കാരും വട്ടപൂജ്യമായി മാറുകയാണ്.